അങ്ങനെ ഞങ്ങൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത നിറച്ചും കെട്ടിടങ്ങളാണ്. ഓരോ നല്ല രസമാണ് കേട്ടോ കാണാൻ കേട്ടോ. അടുത്തടുത്ത ഫ്ലാറ്റാണെങ്കിലും പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അത് ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഡ്രസ്സിനൊക്കെയാണ്. നല്ല രസമുള്ള ഷോറൂംസും എല്ലാം ഉണ്ട് കേട്ടോ. അത് ഇഷ്ടപ്പെടും നമുക്ക്. പിന്നെ തിരക്കാണെങ്കിൽ ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലം ഒന്നാമത്തെ കാര്യം. ട്രാഫിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. എന്തായാലും ഞങ്ങൾ വന്ന സമയത്ത് എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല, ഈ പ്രാവശ്യം കുറച്ച് തിരക്ക് കുറവായത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ എത്താൻ പറ്റി. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ട്രാഫിക് അതിനെ. ഇതുകൊണ്ട് ഡ്രസ്സൊക്കെ കണ്ടോ, നമുക്ക് പക്ഷെ ഭയങ്കര വിലയായിരിക്കും ഒരു പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ കടകളിലെല്ലാം ഡ്രസ്സൊക്കെ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇവിടെ ഹോൾസെയിൽസ് കടയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഡ്രസ്സ് നമുക്കിങ്ങനെ തൂക്കിയൊക്കെ പോയി മേടിക്കാൻ പറ്റും. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും. പിന്നെ അതാണ് ഇവിടുത്തെ പ്രത്യേകത തോന്നുന്നു. പിന്നെ കൂടുതലും പറഞ്ഞാൽ ഈ തിരക്കാണ് മൊത്തം. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വണ്ടിയുടെ തിരക്ക് കാരണം ഒരു രക്ഷയില്ല. അപ്പം ഞങ്ങളിങ്ങനെ എത്രയും പെട്ടെന്ന് ഫ്ലാറ്റിലെത്തിയാൽ മതി എന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം ഭയങ്കര പാടാണ് യാത്ര ചെയ്യുമ്പോഴൊക്കെ. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ കേട്ടോ. ഫുള്ള് ലൈറ്റിങ് സംഭവങ്ങളൊക്കെ സൂപ്പറാണ്. പിന്നെ ഇടയ്ക്ക് ഒരു കാപ്പി കുടിക്കാൻ കയറിയ സമയത്ത് പിള്ളേർ രണ്ടും കൂടെ വണ്ടിക്കാണ് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ അവരും കുറച്ച് എൻജോയ് ചെയ്തത്. ഞാൻ പോയി കാപ്പി കുടിച്ച് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്രയായി. ഇതൊക്കെ രാത്രി ഞങ്ങളൊരു ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. സൂപ്പറാണ്. യാത്ര ചെയ്യുമ്പോഴേ നല്ല ഭംഗിയാണ് എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാനും. അങ്ങനെ ഞാൻ ഫ്ലാറ്റിലെത്തി. അപ്പം ഞങ്ങളുടെ എത്തി. ഇനി